Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning. Yes, start ചെയ്താലോ? Yes, ma'am. Okay. Yes, good morning once again. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് എവിടെ വരെയാ? കുറച്ച് ജനറൽ കൺസിഡറേഷൻസ് ആണ് അല്ലെ? അതായത് ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ, they have to arrange, ഒരുപാട് അറേഞ്ച്മെന്റുകളൊക്കെ വരുത്തണം അല്ലെ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവര് ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കാറ്റഗറീസ് ആയിട്ട് പ്രയോറിറ്റി പ്രിഫറൻസ് അനുസരിച്ച് ഏതൊക്കെ ആളുകളെ ആദ്യം കൊണ്ടുപോകണം അല്ലെ? അത് കുറച്ചുകൂടി ഡിലേ ട്രീറ്റ്മെന്റ് കിട്ടിയാലും കുഴപ്പമില്ലാത്ത ആളുകൾ, പിന്നെ ഏറ്റവും മിനിമൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന വിഭാഗം, അങ്ങനെയൊക്കെ തരംതിരിച്ച് കാറ്റഗറൈസ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആൻഡ് കാറ്റഗറി നമ്പർ 1, 2, 3 എന്ന പ്രയോറിറ്റി പ്രിഫറൻസ് അനുസരിച്ച് പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2 ആൻഡ് 3, അതായത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ആളുകൾ, കിട്ടേണ്ടവര്, അത് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ കാറ്റഗറി 1. ഫസ്റ്റ് കാറ്റഗറി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടവരാണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിലേഡ് ട്രീറ്റ്മെന്റ് ഇൻ കാറ്റഗറി 2. രണ്ടാമത്തേതാണ് കാറ്റഗറി 2 വരുന്നത്. കുറച്ച് ഡിലേഡ്, ദാറ്റ് മീൻസ് 6 to 8 hours വരെ എന്ത് വേണമെങ്കിൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് അത്രയും താമസിച്ചാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ നമ്മളുടെ സഫറേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു. പിന്നെ മിനിമൽ ട്രീറ്റ്മെന്റ്, അധികം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ മാത്രമല്ല എന്താ പറയാ, ഇതിനകത്ത് ആരൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഹോസ്പിറ്റൽസിലേക്ക് ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് ആരൊക്കെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ട്രയേജ് പ്രോസസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയാ, ട്രയേജ് പ്രോസസ് ഈസ് നോട്ട് ഓൺലി മെയ്ഡ് അറ്റ് ദ ഡിസാസ്റ്റർ പോയിന്റ് ബട്ട് ഓൾസോ it have to be done at the hospital. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ എന്താ പറയാ കാഷ്വാലിറ്റീസിനെ, ഡിസാസ്റ്റർ പോയിന്റിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസിന് അവിടെ ചെന്നിട്ട് കാഷ്വാലിറ്റി വിഭാഗത്തിന്റെ അവിടെയും എന്ത് ചെയ്യണം, അവരെയും വീണ്ടും ഒന്നുകൂടി ട്രയേജ് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ചെക്കിങ്സ്, ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആകുന്നുണ്ടോ, അല്ലെങ്കിൽ ചില ആളുകളുടെ കണ്ടീഷൻ മേ ബി ഇംപ്രൂവ്ഡ് ഓൾസോ, അപ്പൊ ഇംപ്രൂവ്ഡ് ആകുന്നുണ്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. സോ ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി കൺസിഡർഡ്. ഇതൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഇത്രയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. എവിടെ വരെ എടുത്തത് ഓർമ്മയുണ്ടോ? മെഡിക്കൽ കമാൻഡ് പോസ്റ്റിന്റെ തൊട്ട് മുമ്പിലാണ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്, റൈറ്റ്? മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഹെഡ് ഉണ്ട്, അതിന്റെ തൊട്ട് മുന്നിലുള്ള പാരഗ്രാഫ് തുടങ്ങിയാണ് എനിക്ക് എടുക്കേണ്ടത്. ഉറപ്പാണല്ലോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറയുന്നു എന്താ പറയാ, ഈ ഒരു ഡയഗ്നോസിസ് പ്രോസസ്സ് നമ്മളുടെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഡിസാസ്റ്റർ പോയിന്റിലൊക്കെ അവിടുത്തെ കാഷ്വാലിറ്റിന്റെ ഡയഗ്നോസിസ് ചെയ്യുന്നത്, അവരുടെ രോഗം എങ്ങനെയാണ്, അവർ എത്ര സീരിയസ്ലി ഇൻജുവേർഡ് ആണെന്നുള്ളതൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ അല്ല. have to be done each and every stage. ഓരോ സ്റ്റേജിലും ഇവരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ
ഡിസാസ്റ്റർ പോയിന്റിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആ വഴിക്കൊക്കെ മേക്ക് ദ സിറ്റുവേഷൻ ബിക്കം വേഴ്സ്റ്റ് അല്ലെ. ചിലപ്പോഴൊക്കെ ആ സിറ്റുവേഷൻ കുറച്ചുകൂടി വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്, മോശമാകാൻ സാധ്യതയുണ്ട്. നേരത്തെ വലിയ കുഴപ്പമില്ലാതിരുന്ന ആൾക്കാർ ഓൺ ദ വേയില് കുറച്ചുകൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറാം. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഓരോ സ്റ്റേജിലും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഈ ഡയഗ്നോസിസ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവരെ ചെക്കപ്പ് ചെയ്യണം. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നുകൂടി പരിശോധിക്കണം. ആൻഡ് ഓൾസോ അതിന് മെഡിക്കൽ യൂണിറ്റിൽ ചെന്നാലും കുറച്ചു നേരമൊക്കെ ഒരു പ്രൊലോങ്ഡ് മെഡിക്കൽ എന്താ പറയാ ടെസ്റ്റിംഗ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. പേഷ്യൻസിൽ നമുക്ക് തോന്നും പെട്ടെന്ന് ചിലപ്പോൾ നേരത്തെ നമുക്ക് വളരെ ഹോപ്പ്ലെസ് കണ്ടീഷനിൽ കണ്ട ആളുകളെ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ടിരുന്ന ആളുകളുടെ സിറ്റുവേഷൻ കുറച്ചും കൂടി മേ ബി ദേ ആർ നിയർ ടു ഡെത്ത്, മരണത്തിന്റെ അടുത്ത് വരെ എത്തുന്നത് കാണാം അല്ലെ. ഇതൊക്കെ മാറി വരും പേഷ്യൻസിന്റെ അവരുടെ മെന്റൽ സ്ട്രെങ്ത്തും അനുസരിച്ചിട്ടൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം, ഒരു ഇൽനെസ് വന്നു കഴിയുമ്പോൾ ഇഫ് വി ആർ മെന്റലി ഡൗൺ, നമ്മളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നമ്മളുടെ മെന്റലും എന്താ പറയാ, നമ്മൾ ഫിസിക്കലി ഓൾറെഡി നമുക്ക് ഇൻജേർഡ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമാണ്, പക്ഷെ ആ മെന്റൽ സ്ട്രെങ്ത് കൂടി നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ കുറച്ചുകൂടി വേഴ്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് there should be more doctors and also the staff, ഹെൽപ്പിംഗ് സ്റ്റാഫ്, ആക്സിലറി സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് സ്റ്റാഫ്സ് ഒക്കെ എന്തായാലും എന്ത് വേണം, ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഉള്ള ഡോക്ടേഴ്സ് തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഓൾറെഡി പേഷ്യൻസിനെയൊക്കെ ചിലപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുത്തി സിറ്റുവേഷൻ കണ്ടിട്ട് ഈ ഡിസാസ്റ്റർ പോയിന്റിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഒക്കെ എത്രയും പെട്ടെന്ന് സീരിയസ്ലി ഇൻജേർഡ് ആയിട്ടുള്ളവരൊക്കെ ചികിത്സിക്കാനായിട്ട് അവർ പെട്ടെന്ന് വരണം. ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ്. കാരണം ഈ കാഷ്വാലിറ്റീസിന്റെ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ഒരു ഒഴുക്ക്, ഇൻഫ്ലക്സ് മീൻസ് ഒഴുക്കുന്നാണ്, പേഷ്യൻസിനെ കൊണ്ടിട്ടുള്ള ഈ ഒഴുക്കൊക്കെ നമുക്ക് എളുപ്പം ഈസിലി ഹാൻഡിൽ ചെയ്യാനും മാത്രമല്ല easily they have to be many resources have to be supplied. ആ പോയിന്റിലേക്ക് ആവശ്യം വേണ്ട കുറെ റിസോഴ്സസ്, അതിൽ ഹ്യൂമൻ റിസോഴ്സസ് വരും. എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകളെയും എത്തിക്കണം, അതുപോലെ തന്നെ വേണ്ട മെറ്റീരിയൽസ്, മെഡിസിൻസ് ഉള്ള എല്ലാം തന്നെ whatever the possibilities, എന്തൊക്കെ സാധ്യതകൾ ഉണ്ടോ ഈ പറയുന്ന കാഷ്വാലിറ്റീസ് നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ അത് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ചിലപ്പോ എന്താ പറയാ മോശമാകാൻ സാധ്യതയുണ്ട്. കാഷ്വാലിറ്റീസിന്റെ ചിലപ്പോൾ ഇംപ്രൂവ്ഡും ആകാം, അത് ആസ് ദ കേസ് മേ ബി സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ എല്ലാ അറേഞ്ച്മെന്റുകളും അതൊക്കെ നേരത്തെ ചെയ്തു വെക്കണം. ഈച്ച് ആൻഡ് എവറി സ്റ്റേജസിലും പേഷ്യൻസിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, റിന്യൂഡ് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാഷ്വാലിറ്റീനെ ഒരു പ്രാവശ്യം നമ്മൾ ഡയഗ്നോസിസ് ചെയ്തു, അതൊരു ഫൈനൽ ഡിസിഷൻ അല്ല. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണ്, സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ള ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഈ റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫിൽ. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അടുത്തയിലേക്ക് പോകുന്നു. അതില് ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും വേണം. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് the diagnosis of the casualty is not final. ഒരു കാഷ്വാലിറ്റീനെ ഡയഗ്നോസിസ് ചെയ്യുന്നത് ഫൈനൽ അല്ല. ഇറ്റ് മസ്റ്റ് ബി renewed at every stage of evacuation, on the way to the hospital, and repeated during prolonged periods in any intermediary medical unit. എന്നുവെച്ചാൽ അവരെ ഡയഗ്നോസിസ് ചെയ്യുന്നത് ഒരു ഫൈനൽ ഡിസിഷൻ അല്ല. ഇപ്പൊ ഡിസാസ്റ്റർ പോയിന്റിൽ നിന്ന് കൊണ്ടുപോകുന്നു ആംബുലൻസിലോ ബൈ എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഏത് രീതിയിലെങ്കിലും, ചിലപ്പോ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വ്യക്തികളുടെ കാറുകളിലോ മറ്റു വണ്ടികളിലൊക്കെ ആയിരിക്കാം. പോകുന്ന വഴിക്കൊക്കെ ഇവർക്ക് പരിശോധനകൾ കൊടുക്കണം. ഇവര് പരിശോധിക്കണം. ഒത്തിരി സീരിയസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവര് പരിശോധിച്ചുകൊണ്ടിരിക്കണം. കൂടുതൽ ക്രിട്ടിക്കൽ എന്താ പറയാ വേഴ്സന്റ് സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഇനി ചിലപ്പോ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന വഴിക്ക് അറ്റം വരെ എത്തുമോ ഇല്ലേ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ഹെൽത്ത് കെയർ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണമായിട്ട് മെഡിക്കൽ കെയർ ഒക്കെ കൊടുക്കുന്ന എന്തെങ്കിലും യൂണിറ്റ് ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വേണം. കാരണം ഇപ്പൊ ഇച്ചിരി ദൂരമൊക്കെ പോകണമെന്നുണ്ടെങ്കിലേ, മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് കേട്ടോ. ഒന്നല്ല രണ്ടെണ്ണം. ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ,
യെസ്, ഇനി നമ്മൾ അടുത്ത ഒരു പോർഷനിലേക്കാണ്, അടുത്ത ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്. See, at the disaster site, it is greatly to facilitate establishment of medical command post for the operations of a total plan. അതായത് ഇപ്പൊ ഡിസാസ്റ്റർ ഒക്കെ ഒക്കർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസാസ്റ്റർ പോയിന്റിൽ ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന MCP എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന പറഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ ഇപ്പൊ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പൊ ഹോസ്പിറ്റൽസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് റിസോഴ്സസ് അവൈലബിൾ ആകുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് അവിടുന്ന് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ എന്താ പറയാ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കമ്മിറ്റി പോലത്തെ ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് തീർച്ചയായിട്ടും നമ്മളുടെ ഡിസാസ്റ്റർ പോയിന്റിലും ഉണ്ടായിരിക്കണം. ഡിസാസ്റ്റർ സൈറ്റിൽ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ടോട്ടൽ പ്ലാൻ, ടോട്ടൽ ഓപ്പറേഷൻസിനൊക്കെ കുറച്ച് ഈസി ആകും എന്നാണ് പറയുന്നത്. അത് വളരെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത്തരം ഡിസാസ്റ്റർ നടക്കുന്ന സ്ഥലത്ത് ഒബ്വിയസ്ലി മിക്കവാറും സ്ഥലങ്ങളിൽ എന്തുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ക്യാൻ ഈ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ക്യാൻ കോർഡിനേറ്റ് ദ മെഡിക്കൽ ഓപ്പറേഷൻസ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ ഓപ്പറേഷൻസ്, അതായത് ഹോസ്പിറ്റലുമായി കോൺടാക്ട് ചെയ്തത് ഇന്ന കാഷ്വാലിറ്റീസ് ആണ്, ഇങ്ങനെയുള്ള അപകടങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം ഇഞ്ചുറീസ് ആണ് ഇവിടെയുള്ള ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ, അതുപോലെ തന്നെ ട്രയേജിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് സോർട്ട് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളിലും ഇവരുടെ കൂടെ ഒരു എന്താ പറയാ ഇന്റർഫിയറൻസ്, ഒരു ഇടപെടൽ വളരെ നല്ല രീതിയിലുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് അധികം ബെനിഫിറ്റബിൾ ആണ്. അതാണ് പറഞ്ഞേക്കുന്നത്. മാത്രമല്ല ഡിസൈഡ്സ് ദ അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് ഓൾസോ ദ ലൊക്കേഷൻ ഓഫ് ഫീൽഡ് ഡ്രസ്സിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻസ്. ഈ കൊണ്ടുപോകുന്ന ഇൻജേർഡ് ആയിട്ടുള്ള ആൾക്കാരെ എവിടെയെങ്കിലും വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള മുറിവൊക്കെ ആണെങ്കിൽ അവരെ ഡ്രസ് ചെയ്യാനുള്ള ഡ്രസ്സിംഗ് സ്റ്റേഷൻസ് അതെവിടെയൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും, സൈറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ആംബുലൻസ് ഇത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആംബുലൻസിനെ എങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ ഈ ഏരിയയിലേക്ക് എത്താം, ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വക എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനാണ് നമ്മുടെ MCP, അതായത് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കമാൻഡിങ്. ഈ പറയുന്ന ഓപ്പറേഷൻസ് ഒക്കെ സ്മൂത്തായി നടക്കാനുള്ള ഒരു കമാൻഡിങ് പവർ ഈ ഒരു പോസ്റ്റിൽ ഉണ്ടായിരിക്കും, മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് എ ബെനിഫിറ്റ് ടു അറ്റ് ദ ഡിസാസ്റ്റർ സൈറ്റ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യം ഡിസാസ്റ്റർ സൈറ്റില് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? And also they have a communication with the link with the resources. അത് ഹോസ്പിറ്റൽസിൽ ഇപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് വിളിച്ചൊല്ലുമ്പോൾ ഈ പറയുന്ന പേഷ്യൻസിനെയൊക്കെ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനുള്ള എക്യുപ്മെന്റ്സും വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓർ അപ്പൊ ഹോസ്പിറ്റലിലെ റിസോഴ്സസിനെ കുറിച്ചുള്ള അവൈലബിലിറ്റി മനസ്സിലാക്കാനും ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ MCP എന്ന് പറയുന്ന ഇത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട് ഇവരുമായിട്ട്. അപ്പൊ ഹോസ്പിറ്റൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെദർ സച്ച് പേഷ്യൻസ് ക്യാൻ ബി ട്രീറ്റഡ് ഓർ നോട്ട്, അവരുടെ അവൈലബിൾ റിസോഴ്സസ് അനുസരിച്ച് ഈ പേഷ്യൻസിനെ അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ വരെ കൊണ്ടുപോയി സമയം കളയുന്നല്ലോ. They can be shifted to any other hospital where these equipments or facilities are available. അല്ലെ, അത്തരം സൗകര്യങ്ങളും അത്തരം ഫെസിലിറ്റീസും എക്യുപ്മെന്റ്സും ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ വെറുതെ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ച് നമുക്ക് സമയം ഒന്നും വെറുതെ ടൈം കൺസ്യൂമിംഗ് ജോബ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് അറ്റ് ദ ഡിസാസ്റ്റർ സൈറ്റ് ഫെസിലിറ്റേറ്റ് ദ ഓപ്പറേഷൻ ഓഫ് ദ ടോട്ടൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് വരെയുള്ള ആ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ ടോട്ടൽ പ്ലാനിനെ മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ മെഡിക്കൽ കമാൻഡ് പോസ്റ്റിനെ കൊണ്ട് പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി നമ്മുടെ വർക്ക് ഓപ്പറേഷൻസ് ഒക്കെ സ്മൂത്ത് ആക്കും. ഓക്കെ, ആൻഡ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുക, ട്രയേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് ഓൾസോ ദ ലൊക്കേഷൻ ഓഫ് ഫീൽഡ് ഡ്രസ്സിംഗ് സ്റ്റേഷൻസ്. ഡ്രസ്സിംഗ് സ്റ്റേഷൻസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന മുറിവേറ്റവരെയൊക്കെ ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ, അത് എവിടെ വേണം, അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവരാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല സൈറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ആംബുലൻസ് ഡിസ്പാച്ച്. ആംബുലൻസ് ഡിസ്പാച്ചിന്റെ എവിടെ നിന്നൊക്കെ കിട്ടും, അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾ ദീസ് തിങ്സ് ഇവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് MCPയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ ആ ഒരു പാരഗ്രാഫ്? പറയ്. ഹലോ, ആരും മിണ്ടല്ലേ?
ആരെങ്കിലും ഒന്ന് തമ്പെന്തെങ്കിലും ഇട്ട് റിയാക്ട് ചെയ്താലാ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക്. ഓക്കെ, യെസ്. സോ നമ്മൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം ഫസ്റ്റ് സെന്റൻസ് കേട്ടാ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ഓർ MCP at the disaster site greatly facilitates the operation of the total plan. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് അവർ കോർഡിനേറ്റ് ചെയ്യണേന്നുള്ള സെന്റൻസ് വേണം. ഏരിയ വരെ ആ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം MCPയിലെ. ചെയ്തോ? Then the first duty or the task of MCP. ടാസ്ക് എന്നാണത് അവിടെ PNK ആണ്. ടാസ്ക് എന്നാണ്. നിങ്ങളുടെ നോട്ടിൽ ഒന്ന് ശരിയാണോ നോക്കിയേക്കെ. ടാസ്ക് തന്നെയാണോ? TASK MCPയുടെ ആദ്യത്തെ ടാസ്ക് എന്നാണത്. അപ്പൊ ഒന്ന് തിരിച്ചണേ, എസ് ആക്കണം. ടാസ്ക് എന്ന് പറയുന്നത് it is to get the overview of the severity of the disaster and also the availability of resources. MCPയുടെ ഏറ്റവും ആദ്യത്തെ ടാസ്ക് ഇതിനകത്ത് എന്താണെന്ന് അറിയോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന MCP മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസാസ്റ്റർ സൈറ്റില് എന്താ പറയാ കുറെ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റും. അപ്പൊ അതിനകത്ത് ആ കോർഡിനേഷനിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ടു റിവ്യൂ ഓർ ഓവർവ്യൂ ദ സിവിയറിറ്റി ഓഫ് ദ ഡിസാസ്റ്റർ. ആ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ആ മനസ്സിലാക്കിയതിനു ശേഷം എന്തൊക്കെ റിസോഴ്സസ് അവിടെ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഏറ്റവും ആദ്യത്തെ റിസോഴ്സസ് വേണ്ടത് ഏതാ? ആ ഡിസാസ്റ്ററിൽ ദുരന്തത്തില് പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നവരെ അതിൽ നിന്ന് ആ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് നീക്കി എവിടെയെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്ത് അവരെ എന്താ പറയാ താമസിപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. സോ അതിനുവേണ്ടി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ? ഇത് രണ്ടും നോക്കലാണ്, ഓവർവ്യൂ ചെയ്യലാണ് നമ്മളുടെ MCPയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. എന്താണ് MCPയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്? Obtain an overview of the severity of the disaster and also to know whether the resources are available or not. ആവശ്യത്തിന് റിസോഴ്സസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളത്. മനസ്സിലായോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വീണ്ടും നമ്മൾ ട്രയേജ് പ്രോസസ്സിലേക്കാണ് വരുന്നത്. ഡിസാസ്റ്ററിനകത്ത് നമുക്ക് എന്താ പറയാ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളവരെ, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഡിലേയിൽ ട്രീറ്റ്മെന്റ് വേണ്ടവരെ, അതെല്ലാം നമുക്ക് വേറെ മിനിമൽ ട്രീറ്റ്മെന്റ് വേണ്ടവരെയൊക്കെ ഓൾറെഡി നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. പക്ഷെ കാറ്റഗറൈസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ while reaching the hospital they cannot understand who are to be treated first. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും അവിടെ സ്വീകരിക്കുന്നവരെല്ലാവരും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയാ പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കണമെന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പോയിന്റില് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ they have to provide triage tag. അതിനെന്ത് ചെയ്യും ഇവര്? ഈ ട്രയേജ് ടാഗ് പ്രൊവൈഡ് ചെയ്യും. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ ടാഗ് കയ്യിൽ കെട്ടുന്നത് കണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? കുഞ്ഞു പാവകള് ജനിച്ചു കഴിയുമ്പോ തന്നെ ചിലപ്പോ അമ്മയുടെ പേര് എഴുതിയിട്ടൊരു ടാഗ് ഇങ്ങനെ കെട്ടാറുണ്ട് അല്ലേ? ഉണ്ട്. ഇതിനു വേണ്ടിയിട്ടാ ചിലപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോ കൊണ്ടുപോയിട്ട് എന്താ പറയാ ഇവർക്ക് ചിലപ്പോ ഇൻക്യുബേറ്റ് ചെയ്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കുറച്ചു നേരമൊക്കെ അവര് ഒന്ന് പരിചരിക്കും അല്ലെ? അപ്പൊ തന്നെ കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കിടത്തല്ലോ ചെയ്യാം, അല്ലെങ്കിൽ അപ്പൊ തന്നെ കൊണ്ട് കൊടുക്കില്ല. അവർ ഇത്തിരി നേരമൊക്കെ അവര് ചില കെയറിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് കൊടുക്കുക. അവർ സ്റ്റേബിൾ ആക്കിയിട്ട് കുട്ടി എന്താ പറയാ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. അല്ലെങ്കിൽ വല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ വി ക്യാൻ സീ ദാറ്റ് there will be a tag. ആ കുട്ടി ആരുടെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹിയർ ഓൾസോ അതുപോലെ തന്നെ ടാഗ് ചെയ്യലാണ്. ദാറ്റ് മീൻസ് ടു ഐഡന്റിഫൈ ദ പേഷ്യന്റ്. ഈ പേഷ്യന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആളാണ്, കുറച്ച് വൈകി കൊടുക്കുക, അങ്ങനെ അതിനു വേണ്ടി ഒരു ട്രയേജ് ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഇവർ ആദ്യം ചെയ്യുന്നത് ഈ MCPയില് അല്ലെങ്കിൽ MCPക്ക് അത് ചെയ്യിപ്പിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. സോ they have to list the patients according to their injuries and also to how much medications should be provided. ഏത് രീതിയിലുള്ള മെഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെയുള്ള ഇഞ്ചുറിയാണ് പേഷ്യന്റിന് ഉള്ളത് എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ട്രയേജ് ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിന് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടാഗ് ആണ് റെഡ് ടാഗ് ആണ്. അത് കാറ്റഗറി നമ്പർ 1 വരുന്നതാണ് റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് whose survival depend upon the immediate stabilization of life threat.
പെട്ടെന്ന് തന്നെ ചികിത്സിച്ചാൽ ജീവനിലേക്ക് തിരിച്ച് സർവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന വിഭാഗം. അത്രയും പെട്ടെന്ന് എത്ര പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് അവരെ ലൈഫ് ത്രെട്ടിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിഭാഗം. അതാണ് കാറ്റഗറി നമ്പർ 1 വരുന്നവര്. ഓൾമോസ്റ്റ് ദേ ആർ ഗിവൺ റെഡ് ടാഗ്. അപ്പൊ ഇവർക്ക് എന്ത് കൊടുക്കും? കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഒരു റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ റെഡ് ടാഗ് കണ്ടു കഴിയുമ്പോൾ ഹോസ്പിറ്റൽസിലേക്ക് എത്തുമ്പോഴാണെങ്കിലും റെഡ് ടാഗ് കണ്ടു കഴിയുമ്പോൾ ദേ കൻ അണ്ടർസ്റ്റാൻഡ് ദീസ് പേഷ്യൻസ് ഹാവ് ടു ബി ഗിവൺ ഇമ്മീഡിയറ്റ് കെയർ. അത് പെട്ടെന്ന് ചികിത്സിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കും. മനസ്സിലായോ? റെഡ് ടാഗ് കൊടുക്കേണ്ട പേഷ്യൻസ് ആരാണ് മനസ്സിലായോ? നമ്മുടെ കാറ്റഗറി 1 വന്നവര്. ആദ്യം പറഞ്ഞ കാറ്റഗറി 1, 2, 3 പറഞ്ഞില്ലേ കേട്ടോ നിങ്ങള്? ഓക്കെ. അപ്പൊ അവർക്ക് റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഒരു യെല്ലോ ടാഗ് ഇസ് ടു ബി പ്രൊവൈഡഡ് ഫോർ കാറ്റഗറി 2. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നവർക്ക് യെല്ലോ ടാഗ് ആണ് കൊടുക്കുന്നത്. ആ യെല്ലോ ടാഗ് കാണുമ്പോൾ ഇൻജുർഡ് പേഷ്യൻസ് തന്നെയാണ്. അവർക്ക് എന്താ പറയാ രണ്ടാമതൊരു പ്രയോറിറ്റിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വിഭാഗത്തിലേക്ക് ഫസ്റ്റ് കാറ്റഗറി റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്തവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഈ യെല്ലോ ടാഗിലെ ആളുകൾക്കാണ്. മനസ്സിലായോ? അപ്പൊ യെല്ലോ ടാഗ് സീരിയസ്ലി ഇൻജുർഡ് പേഷ്യൻസ് തന്നെയാണ്. പക്ഷെ അവർക്ക് മെഡിക്കൽ സ്റ്റെബിലൈസേഷൻ എങ്ങനെ മതി? അവിടെ ട്രാൻസ്പോർട്ടേഷന് എന്താ പറയാ മുമ്പ്, അതായത് ചിലപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും മറ്റുള്ളവരെയൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം സീരിയസ്ലി ഇൻജൂർഡ് ആയിട്ടുള്ള റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്ത പേഷ്യൻസ് കഴിഞ്ഞിട്ടൊക്കെ കൊടുത്താൽ മതിയാകും. അവരുടെ ലൈഫ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ത്രെട്ടൻഡ്. അത് അവരുടെ എന്താ പറയാ ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഇല്ലാത്തവരെയാണ് നമ്മൾ യെല്ലോ ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. യെല്ലോ ടാഗ് കൊടുക്കുന്നത് സെക്കൻഡ് കാറ്റഗറിക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഉള്ള കാറ്റഗറി നമ്പർ 1, 2, 3 നമ്മൾ തിരിച്ചിരുന്നു. അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, അവരെ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ലിസ്റ്റ് പ്രകാരം ഈ പറയുന്ന ടാഗുകൾ കണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസ് ഓർ അതേഴ്സ് ക്യാൻ ഐഡന്റിഫൈ ദ പേഷ്യൻസ്. ഏത് ഗ്രൂപ്പിൽ വരുന്നു, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് വേഗം കൊടുക്കണം എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ യെല്ലോ ടാഗ് ഈസ് പ്രൊവൈഡഡ് ടു ഏത് കാറ്റഗറിക്കാണ്? കാറ്റഗറി നമ്പർ 2. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. യെല്ലോ ടാഗ് ഏത് കാറ്റഗറി, അല്ലെങ്കിൽ കാറ്റഗറി 1 വരുന്ന ഏത് ടാഗ് ആണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചും തിരിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. മെഡിക്കൽ സ്റ്റെബിലൈസേഷൻ മതി അവർക്ക്. അതായത് ചിലപ്പോ അപ്പൊ തന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഇല്ല, വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ടവരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ട്രാൻസ്പോർട്ടേഷന് പ്രയോറിറ്റി ഉള്ളൂ. രണ്ടാമത് കൊണ്ടുപോയാൽ മതി എന്ന്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? സെക്കൻഡ് യെല്ലോ ടാഗ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗ്രീൻ ടാഗ്. നമ്മുടെ കാറ്റഗറി നമ്പർ 3 കൊടുക്കുന്നതാണ് ഗ്രീൻ ടാഗ്. സേഫ് ആണ് അവര്, കുഴപ്പമില്ല. അതെ, അവർക്ക് വേണമെങ്കിൽ നടന്നോ അല്ലെങ്കിൽ എന്താ പറയാ ആംബുലൻസിന്റെ സഹായം ഒന്നും വേണ്ട. ചിലപ്പോൾ വല്ല ചെറിയ മുറിവുകളൊക്കെ, ചെറിയ മുറിവായിരിക്കാം, പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ ഒന്നും വേണ്ട. എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സമയമുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലും ഇപ്പോൾ ഉള്ള അവസ്ഥ തന്നെ കുറച്ചുകൂടി വഷളായാൽ മാത്രം ഹോസ്പിറ്റൽസിൽ പോയാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്തെന്ന് വിളിക്കുക നമ്മള് ഈ തേർഡ് കാറ്റഗറി പേഷ്യൻസ് അല്ലെങ്കിൽ ഗ്രീൻ ടാഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നവര്. അപ്പൊ അവരെ മനസ്സിലാക്കാനാണ് ഗ്രീൻ ടാഗ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ whatever it may be, maximum possible care should be given. എല്ലാവരുടെയും ജീവന് വളരെയധികം വാല്യൂ ഉണ്ട്. സോ മാക്സിമം പോസിബിൾ കെയർ we have to be given either from the site of disaster, also from the hospital. ഇപ്പൊ ഡിസാസ്റ്റർ സൈറ്റിലേക്ക് എത്തിച്ചേരുന്ന ഇപ്പൊ മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ നിയറസ്റ്റ് ഹോസ്പിറ്റൽസിൽ നിന്നോ ഒക്കെ ആളുകളേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ട കെയർ അവിടെ തന്നെ അപ്പൊ തന്നെ കൊടുക്കുക. മാക്സിമം ആളുകളുടെ ജീവനെ സർവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെയും ജോലി. എന്നാലാണ് ആ ഒരു സിസ്റ്റത്തിന്റെ എസെൻസ് കംപ്ലീറ്റ് ആകുള്ളൂ, അല്ലെ? അതാണ് ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ദ സിസ്റ്റം, ടു ഗിവ് മാക്സിമം പോസിബിൾ കെയർ. എല്ലാവരുടെയും ജീവനെ തിരിച്ചു പിടിച്ച് ആ ദുരന്ത മുഖത്ത് നിന്നും ഒരു ജീവൻ പോലും എന്താ പറയാ ഇല്ലാതായി പോകാതെ എല്ലാവരെയും രക്ഷപ്പെടുത്തുക. ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ദാറ്റ് സിസ്റ്റം. അങ്ങനെയാണ് നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അത്ര വരെ ഓക്കെയാണോ? ഗ്രീൻ ടാഗ് കാറ്റഗറി നമ്പർ 3. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇതാണ്. റെഡ് ടാഗ് കാറ്റഗറി 1 എന്നും ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്. യെല്ലോ ടാഗ് സീരിയസ്ലി ഇൻജുർഡ് പേഷ്യന്റ് ആണ്. ഗ്രീൻ ടാഗ് കാറ്റഗറി 3 അപ്ലൈഡ് ടു ദ ആംബുലേറ്ററി ഓർ വാക്കിംഗ് വൂണ്ടഡ് പേഷ്യന്റ് ആണ് കേട്ടോ. അത്രയും പേരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യോ? ഞാൻ പറയുന്ന ഭാഗം മാത്രം. ഇത് റെഡ് ടാഗ്
Category number 1 can be used for critical patients. അവിടെ വരെ മതി. അടുത്തത് yellow tag, category number 2 indicates a seriously injured patient. Then category 3 green tag is applied to the ambulatory or walking wounded patient. അവിടെ വരെ അങ്ങനെ 3 ഭാഗങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? Yes. അപ്പൊ നമ്മള് we have also categorized according to the tag അനുസരിച്ച് നമ്മൾ ആ കാറ്റഗറി ഒക്കെ എങ്ങനെയാ വരുന്നതെന്ന് കണ്ടു. റെഡ് ടാഗ് കാറ്റഗറി 1 പെടും, യെല്ലോ ടാഗ് കാറ്റഗറി 2 പെടും, ആൻഡ് ഗ്രീൻ ടാഗ് ഇൻ കാറ്റഗറി 3. ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടാഗുകൾ പ്രൊവൈഡ് ചെയ്ത് they can understand the patients belongs to which ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പിൽ പെടും, ഏത് കാറ്റഗറിയിൽ പെടും എന്ന് അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസ് കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടു യൂസ് എ ട്രയേജ് ടാഗ് which allows for identification of the patient, listing of critical information such as patient injuries and medications received. ആ സെന്റൻസ് കൂടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ ഇത് പ്രകാരം ആ പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ എന്തുണ്ട്, അവരുടെ ഇഞ്ചുറി എങ്ങനെയാണ്, അവർക്ക് എന്ത് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്താ പറയാ ലിസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അറിയാനായിട്ട് ഈ ടാഗ് കൊടുക്കുന്നത് കൊണ്ട്. അതാണ് ട്രയേജ് ടാഗ്. ഓക്കെ, നോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ what are the priorities for removing patients from a disaster site by ambulance dispatch or any other transportation media? അങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ദുരന്ത മുഖത്ത് നിന്ന് ഈ ആളുകളെ, കാഷ്വാലിറ്റീസിനെ നമുക്ക് എങ്ങനെ ആംബുലൻസിൽ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാം, ആംബുലൻസ് മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ രീതി ഉപയോഗിച്ചോ എങ്ങനെയാണ് പ്രയോറിറ്റി അനുസരിച്ച് ഇവരെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുമ്പോ ആ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടാഗ് നോക്കി തന്നെയാണ് ക്രിട്ടിക്കൽ പേഷ്യൻസ് ടാഗ് ഫസ്റ്റ് ലെവലാണ് റെഡ് ടാഗ്. അവരെ ഫസ്റ്റ് കൊണ്ടുപോകണം. ഏറ്റവും ആദ്യം കൊണ്ടുപോകേണ്ടത് ആംബുലൻസിലോ മറ്റേതെങ്കിലും വാഹന സൗകര്യങ്ങളോ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടത് ക്രിട്ടിക്കൽ പേഷ്യൻസ് എന്ന് പറയുന്ന റെഡ് ടാഗ് ഉള്ളവരെയാണ്. അവരെയാണ് ഫസ്റ്റ് എടുക്കേണ്ടത് അവിടെ നിന്ന് ദുരന്ത പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എർജന്റ് പേഷ്യന്റ് ആണ്. യെല്ലോ ടാഗ് ഉള്ളവരെ സെക്കൻഡ് പ്രയോറിറ്റിയാണ്. രണ്ടാമത് ഹോസ്പിറ്റലിലേക്കോ മറ്റെവിടേക്കാണോ കൊണ്ടുപോകേണ്ടത് സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളത് യെല്ലോ ടാഗിനാണ്. തേർഡ് ഗ്രീൻ ടാഗിനാണ്. വാക്കിംഗ് വൂണ്ടഡ് ആണ്. നടന്നായാലും കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, നടന്നായാലും പോകാം, അതൊക്കെയൊക്കെ നടന്ന് വണ്ടി വരെ എത്താനോ മറ്റേതെങ്കിലും വണ്ടികളിലേക്ക് കയറാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റ് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് വേണ്ട, അവരുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ തന്നെ കയറി പോകാൻ പറ്റുന്ന രീതിയിൽ അത് ഗ്രീൻ ടാഗാണ്. അവരെയാണ് മൂന്നാമത് കൊണ്ടുപോകട്ടെ ആ വിഭാഗത്തില്. ആൻഡ് ലാസ്റ്റ് വൺ മോർ ടാഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. കാറ്റഗറി നമ്പർ 4 ചിലപ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഡെഡ് ഓർ ഡൈയിങ് ആണ്, മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നോ വേ ഓഫ് സേവിങ് ദെയർ ലൈഫ്, അതായത് യാതൊരു മാർഗവുമില്ല അവരുടെ ലൈഫിനെ സേവ് ചെയ്യാൻ. അങ്ങനെയുള്ള ചില ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ മരണത്തോട് ഇങ്ങനെ അടുത്ത് കയറും. അങ്ങനെയുള്ള ആളുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ ലാസ്റ്റ് കൊണ്ടുപോയാൽ മതി. അതിനെന്താ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബിക്കോസ് while we are shifting these people to the hospital, എന്താ പറയാ, ഇവരുടെ ലൈഫ് അവരെ അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ ലൈഫ് പോയിട്ടുണ്ടാകാം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ സമയം കളയുകയും ചെയ്തു, ആ ടൈം കൺസ്യൂം ചെയ്യുകയും ചെയ്തു. പക്ഷെ വി കനോട്ട് സേവ് ദെയർ ലൈഫ്, അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. അതേസമയം ആ ഒരു സമയം if you are using for the first category people, ഒന്നാമത്തെ കാറ്റഗറിയിലോ രണ്ടാമത്തെ കാറ്റഗറിയിലോ പീപ്പിളിന് വേണ്ടിയിട്ട് ആ സമയം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥ. ഓക്കെ, അപ്പൊ ആ ഒരു വിഭാഗം കൂടി ഉണ്ട്. അത് ബ്ലാക്ക് ടാഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പ്രയോറിറ്റി. ഏറ്റവും അവസാനം അങ്ങനെയുള്ളവരെ ഷിഫ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ whatever it may be, we have to use all the available transportation facilities, also keeping emergency ambulance services for the most serious situation. ഏറ്റവും വഷളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആ സിറ്റുവേഷനിൽ ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണോ, ചിലപ്പോ അയ്യോ ഇത് അപകടം പറ്റിയ ആൾക്കാരെയാണ് അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിന് പിന്നാലെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കാതെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പബ്ലിക് പൊതുവായിട്ടുള്ള വാഹന സൗകര്യം ആവാം, പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ അടുത്തുള്ളവരുടെ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രദേശവാസികളുടെ ഒക്കെ ഉണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ആളുകളെ എത്തിക്കുക. ആംബുലൻസിനെ മാത്രം ആശ്രയിച്ച് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ,
മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പൊ ആ പോയിന്റുകള് ക്വസ്റ്റ്യൻ ഇതുപോലെയാണ്. പ്രയോറിറ്റി ഫോർ റിമൂവിംഗ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ് ബൈ ആംബുലൻസ് ഡിസ്പാച്ച് ഓർ അതർ ട്രാൻസ്പോർട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ആ 4 ബുള്ളറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ പോയിന്റുകൾ ടിക്ക് ഇട്ടും വെക്കാം. കേട്ടോ? അണ്ടർലൈൻ ചെയ്തോ? അടുത്ത പറയട്ടെ. ഓർഗനൈസേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡിസാസ്റ്റർ സൈറ്റിലുള്ള കാര്യങ്ങളാണ്. ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത സ്ഥലം എവിടെയാണോ അവിടെ വെച്ചിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ്. ആംബുലൻസിൽ കയറ്റി വിടുന്നു, മറ്റു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ചെയ്യുന്നു, മെഡിക്കൽ കമാൻഡ് കൊടുത്ത് ഹോസ്പിറ്റൽസിലേക്കോ മറ്റെവിടെയെങ്കിലേക്കോ എന്താ പറയാ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെയുള്ള ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നു. മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ റിസോഴ്സസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇതൊക്കെ ദുരന്ത മുഖത്താണ്, ഡിസാസ്റ്റർ സൈറ്റിലാണ്. പക്ഷെ ഈ ദുരന്ത മുഖത്ത് നിന്ന് പേഷ്യൻസിനെ കാഷ്വാലിറ്റീസിനെ നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരും. ഇനി നമ്മൾ അവിടുത്തെ കാര്യങ്ങളാണ്. അവിടെ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നോക്കാം. മൊബിലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിലേക്ക് ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സേവനങ്ങളിൽ എന്ത് മാറ്റം വരാം? അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് എക്സ്റ്റൻഷൻ ആണ് ഉണ്ടാകുക. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിനേക്കാള് എന്ത് ചെയ്യും? ആളുകളുടെ എണ്ണം കൂടും, ക്വാണ്ടിറ്റി കൂടും. അവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തിൽ കൂടുതൽ എക്സ്റ്റൻഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ അവര് ഒരു സാധാ ഒരു ഓർഡിനറി ഡേയില് ഹൗ ദേ ആർ മാനേജിങ് ദ ഹോസ്പിറ്റൽ അതിനേക്കാളും കുറച്ചുകൂടി എക്സ്റ്റൻഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അവരുടെ ഓപ്പറേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അവരുടെ എമർജൻസി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാകുന്ന കാര്യം. ഒരു ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഒരു അടുത്തുള്ള പ്രദേശത്ത് എനി ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഒക്കെ ആൻഡ് ദ കാഷ്വാലിറ്റീസ് വിൽ ബി ഇൻഫ്ലക്സ്ഡ് ടു ദ നിയർ ബൈ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും ഈ കാഷ്വാലിറ്റീസിന്റെ ഒഴുക്ക് അധികം ഉണ്ടാകുന്നത് അടുത്ത ഹോസ്പിറ്റലിലേക്കാണ്. അപ്പൊ അവരുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ എണ്ണമാണ്, അളവ്. അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെയും അളവ് വർദ്ധിക്കും. എമർജൻസിയുടെ എണ്ണം വർദ്ധിച്ചു. സാധാരണ എമർജൻസി ഒരു ദിവസത്തിൽ ചിലപ്പോ ഒരു 5-10 പേഷ്യൻസ് ഒക്കെ ഡെയിലി കോമൺ ആയിട്ട് ഒക്കെ വരാറുണ്ടായിരുന്നുള്ള സ്ഥലത്ത് ഇവിടെ ഒരുപാട് പേഷ്യൻസിന് ഒരുമിച്ച് അറ്റ് എ ടൈം ഒക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. ആര്? ഹോസ്പിറ്റൽസ്. സോ ഇവർ ഡിസാസ്റ്ററിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. സോ എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ബി പ്രിപ്പയർഡ് എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ നേരത്തെ തുടങ്ങി പറഞ്ഞു, എത്ര കണ്ട് മാസ് കാഷ്വാലിറ്റീസ് വന്നാലും അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ ഓൾ ദ ഹോസ്പിറ്റൽസ് ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് ഓൾസോ ദേ മസ്റ്റ് ഹാവ് എ ഡിസാസ്റ്റർ പ്ലാൻ. അതുകൊണ്ട് പറയാണ് അവർക്ക് ഒരു നല്ല ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. ഡിസാസ്റ്ററിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് എല്ലാം ഒരുക്കി തയ്യാറാക്കി ഇരുന്നോണം. മനസ്സിലായത്? നമ്മള് ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു, ഇന്നത്തെ ഒരു കാലഘട്ടങ്ങൾ അനുസരിച്ച് വി ഫേസ് മെനി ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. പല രീതിയില് പല ടൈപ്പിലുള്ള ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലഡ് ആയിട്ട്, വരത്തുകയായിട്ടും. നമ്മള് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തില് പല സ്ഥലങ്ങളിലായിട്ട്, പല സ്റ്റേറ്റുകളിലായിട്ട് ഒരുപാട് ഡിസാസ്റ്ററുകൾ പല രൂപത്തില് പ്രകടമാകുന്നുണ്ട്. സോ ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഈസ് റെസ്പോൺസിബിൾ ടു മാനേജ് ഓൾ ദ തിങ്സ് ഡ്യൂറിങ് എ ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്റർ ഒക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മാനേജ് ചെയ്യണം. എമർജൻസി കെയർ ഒക്കെ പെട്ടെന്ന് കൊടുക്കണം. അതിന് ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഷുഡ് ബി ഉണ്ടാവണം. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കാമോ? 2 സെന്റൻസ് ഉള്ളൂ. അതിൽ ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ?
അണ്ടർലൈൻ ചെയ്തോ? ഞാൻ പറയുന്നത് ലാബ് ചെയ്താണോ നിങ്ങൾക്ക് കേൾക്കണേ? ഒരു അല്ലല്ലോ, കൃത്യമായിട്ട് വന്നില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇത്തിരി സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റെസ്പോൺസ് തന്നെ, അതുകൊണ്ടാ ചോദിക്കണേ. അല്ലെങ്കിൽ ഇവിടെ വരാറുണ്ട് ഓക്കെ, അതുകൊണ്ടാ. യെസ്, ഓക്കെ, വെൽ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. ഹോസ്പിറ്റൽസ് ഹാവ് ടു ഫേസ് മെയിൻലി 3 kinds ഓഫ് ഡിസാസ്റ്റർ. ഹോസ്പിറ്റലുകാര് മിക്കവാറും ഒരുങ്ങിയിരിക്കേണ്ടത് ഈ 3 തരം ഡിസാസ്റ്ററുകളെ ഫേസ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ നല്ല കിട്ടിയിരിക്കാന്നല്ല, ഹോസ്പിറ്റലില് ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോ whom all should have to operate. ആരൊക്കെ വേണം ആ ഒരു ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, ആരൊക്കെ അവിടെ ഉണ്ടായിരിക്കണം, ആ ഗ്രൂപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യണം, ഓരോരുത്തരും അല്ലെങ്കിൽ 2 പേര് വെച്ചോ ഗ്രൂപ്പായിട്ട് വാട്ട് ദേ ഹാവ് ടു ഡു, അല്ലെ, എങ്ങനെ അവർ ആക്ട് ചെയ്യണം, ഹൗ ദ ഹോസ്പിറ്റൽ പ്രിമിസസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസാസ്റ്റർ പ്ലാൻ. ഡിസാസ്റ്ററിന്റെ പ്ലാനില് ആ ഹോസ്പിറ്റലിന്റെ പ്രെമിസസിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. ഒരുപാട് പേരൊക്കെ കൊണ്ടുവരുമ്പോ ഹോസ്പിറ്റലിലെ മുറികളോ വാർഡുകളോ ഒന്നും തികയില്ല അവരെല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട്. സോ അതിന് നമുക്ക് ഇതിനകത്തുള്ള മറ്റേതെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം. ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം ഈ ഡിസാസ്റ്റർ പ്ലാനിൽ വരും. അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെ ഇരിക്കണം. അപ്പൊ പ്രധാനമായിട്ടും 3 kinds ഓഫ് ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാനാണ് ഹോസ്പിറ്റൽസ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത്. വിചാരത്തെ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇന്റേണൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ. സെക്കൻഡ് വൺ, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫോർവാർഡ് ഡിസാസ്റ്റർ. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, ഇന്റേണൽ ഡിസാസ്റ്റർ. ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡിസാസ്റ്റർ വിച്ച് ഒക്കർ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ കോമ്പൗണ്ട്. ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം. അങ്ങനത്തെ ഒരു ദുരന്തം വരാൻ പാടില്ലാന്നുണ്ടോ? മറ്റുള്ളവർക്ക് മാത്രമേ ദുരന്തങ്ങൾ വരുള്ളൂ എന്നാണോ? അല്ലെ, അങ്ങനെയല്ലല്ലോ. നമുക്ക് നമ്മുടെ വീടിനകത്ത് ദുരന്തങ്ങൾ വരാം. പല സ്ഥലങ്ങളിലും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ വയറൊക്കെ ഷോർട്ടായിട്ട് തീയത്തുണ്ടായി, നൈറ്റ് ആയതുകൊണ്ട് പുറത്ത് അവർ അറിഞ്ഞില്ല, അകപ്പെട്ടു, തീയിൽ പെട്ടു, അല്ലെ, പുറത്തൊക്കെ നശിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോ ഡിസാസ്റ്റർ ആർക്ക് വേണമെങ്കിലും വരാം. ഹോസ്പിറ്റൽസ് ഹാവ് ടു പ്ലാൻ. ഈ പറയുന്ന 3 രീതിയിലുള്ള ഡിസാസ്റ്ററുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എന്തായാലും ചെയ്തിരിക്കണം. അപ്പൊ അവർ ഫേസ് ചെയ്യാവുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ഡിസാസ്റ്റർ ആണ് ഇന്റേണൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ. ദാറ്റ് അതിന് ഉണ്ടാകുന്നത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു വിസ്ഫോടനം, എന്തെങ്കിലും സ്ഫോടനമൊക്കെ നടന്നിട്ടാകാം, അല്ലെങ്കിൽ മേ ബി മേജർ ഫയർ, ഭയങ്കര വലിയ തീപിടുത്തം ഉണ്ടായിട്ടാകാം. അപ്പൊ ഒരുപാട് പേർക്കൊക്കെ ഇഞ്ചുറീസ് വരും, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ. അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ എപ്പോഴും പ്ലാനിങ്ങോടുകൂടി ഒരുങ്ങിയിരിക്കണം. സെക്കൻഡ് വൺ എന്താണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. അത് പുറത്തുനിന്നാണ്, അത് അകത്തുനിന്നല്ല, പുറത്തുനിന്നാണ്. മേ ബി ഹരിക്കെയിൻ, അതായത് ചുഴലിക്കാറ്റ്, ഫ്ലഡ്, എർത്ത്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ്, ഗതാഗതത്തിൽ ഉണ്ടാകുന്ന വലിയ ദുരന്തം, വലിയ ഏതെങ്കിലും ബസ്സിനകത്ത് ഒത്തിരി ആളുകളൊക്കെ കൂടി പോകുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടായി, എവിടേക്കെങ്കിലൊക്കെ മറിഞ്ഞു വീണു. അപ്പൊ എന്താ പറയാ, ഒരുപാട് ആളുകളെ ഒരുമിച്ചൊക്കെ അവിടെ നിന്ന് അപ്പൊ നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുമ്പോഴാണ് അതൊരു വലിയ ദുരന്തമായി, അല്ലെ. അപ്പൊ അതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസാസ്റ്ററിന് എക്സാമ്പിൾസ് ആണ്. എക്സ്റ്റേണൽ, പുറത്തുനിന്നാണ്. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ we have to make a എമർജൻസി. എല്ലാ എമർജൻസീസിനും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കണം, അവരെയൊക്കെ ട്രീറ്റ് ചെയ്യണം, അല്ലെ. അറേഞ്ച്മെന്റ്സ് ഹാവ് ടു ബി മെയ്ഡ്. ഇനി മറ്റൊന്നാണ് ഫോർവാർഡ് ഡിസാസ്റ്റർ. ഈ ഫോർവാർഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള ചില ഡിസാസ്റ്റർ. അതെന്താ? അങ്ങനെ ഒരു മുൻകൂട്ടി അറിഞ്ഞുള്ള ഡിസാസ്റ്റർ ഉണ്ടോ? ദുരന്തം മുൻകൂട്ടി അറിയാമെങ്കിൽ നമുക്ക് മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉണ്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളുടെ ഈ ഒരു പരിസരത്ത് കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്. ചിലപ്പോ കുറച്ചധികം ദൂരെയായിട്ട് മറ്റ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അയൽ എന്താ പറയാ ഡിസ്ട്രിക്റ്റിലാകാം, തൊട്ട് നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റിലെ ഏതെങ്കിലും സ്ഥലത്ത് ഹാവ് ഒക്കേർഡ് സം ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി വിചാരിക്കാം. അപ്പൊ അവിടുത്തെ ഹോസ്പിറ്റൽസിലേക്ക്, അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് ഇപ്പൊ കാഷ്വാലിറ്റീസിനെ വേഗം കൊണ്ടുപോയി. പക്ഷേ അത് അത്രയും ഇപ്പൊ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ മാത്രം അവരെ ചിലപ്പോ എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തികഞ്ഞൊന്നും വരില്ല. സോ അങ്ങനെ വരുമ്പോ ഈ ഡിസാസ്റ്ററിൽ ഉണ്ടായ ആൾക്കാരെ ഇന്ന സ്ഥലത്തേക്ക്, ഇപ്പൊ നമ്മൾ വേറെ ജില്ലയിലുള്ള ഹോസ്പിറ്റൽസിലേക്കൊക്കെ കൊണ്ടുവന്ന് അവിടുന്ന് ഇൻഫർമേഷൻ വരുന്നത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്, ഈ ഹോസ്പിറ്റൽസിലൊക്കെ ഓൾറെഡി നമ്മൾ ആളുകളെ കൊണ്ടുവന്നു, പക്ഷെ അത് സഫീഷ്യന്റ് അല്ല, നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്, കണ്ടോ. അത് ഫോർവാർഡ് ആണ്, മുൻകൂട്ടി അറിയിച്ചതാണ്. അപ്പൊ മറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് മേ ബി ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ.
അതിനകത്ത് നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നേരത്തെ അറിയിപ്പ് കിട്ടി നമുക്ക്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, അവിടെ നിങ്ങൾ കുറച്ചേക്ക് ആളുകളെ വിടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് forewarned disaster. So every hospital have to be prepared to face these 3 types of disasters. ഈ 3 രീതിയിലുള്ള ഡിസാസ്റ്ററുകളെ ഫേസ് ചെയ്യാനും എല്ലാ ഹോസ്പിറ്റൽസും ഒരുങ്ങിയിരിക്കണം. മനസ്സിലായി? ഏതൊക്കെയാണ്? ഇന്റേണൽ ഡിസാസ്റ്റർ which occurs inside, maybe examples ആയിട്ട് നമുക്ക് പറയാം explosion or major fires അല്ലേ. Second one external disaster ആണ്, such as hurricane, flood, earthquake, transportation accidents. And the third one is forewarned disaster. Forewarned means the disaster we have got as a warning. നമുക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് പോലെ ഒരു വാർണിംഗ് കിട്ടിയ തരം ഡിസാസ്റ്റർ ആണ് forewarned. മനസ്സിലായല്ലോ? അത് എന്ന് പറയുന്നത് receipt of large number of patients from other hospitals. മറ്റു ഹോസ്പിറ്റൽസിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കുന്ന ഒരുപാട് എണ്ണം പേഷ്യൻസ്, അതാണ് forewarned. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ക്ലിയർ ആണോ? ഒന്ന് ഫുള്ളും നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. അതിന് മുഴുവനും ഉണ്ട്. ഇന്റേണൽ ഡിസാസ്റ്റർ, എക്സ്റ്റേണൽ, അതുപോലെ തന്നെ forewarned. അത് ഓരോന്നും എന്താണെന്നൊക്കെ അവിടെ എക്സാമ്പിളും സഹിതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫുൾ ആയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയട്ടെ അടുത്തത്. Okay, then see, whatever the disaster is, planning should be done. എല്ലാത്തിനും പ്ലാനിങ് ഉണ്ടായിരിക്കണം. To consult others, to have a relation with local or civil authorities. അതായത് ഇപ്പൊ നമ്മളുടെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടേക്ക് ഒരുപാട് ഹോസ്പിറ്റൽസിലേക്ക് ആളുകളെ കൊണ്ടുവരും. അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസ് എന്താണ് മറ്റുള്ളവരുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ, മറ്റേതെങ്കിലും ചിലപ്പോ അധികാരികളെയൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടേണ്ടി വരും. ചില അധികാരികളെ അറിയിക്കേണ്ടി വരും, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ട്, അപ്പൊ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റൽസിലേക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രിമാരായിരിക്കാം, അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള മെമ്പർമാര്, പഞ്ചായത്തോ അല്ലെങ്കിൽ മറ്റുള്ള മുനിസിപ്പാലിറ്റി മെമ്പേഴ്സ് അങ്ങനെയുള്ളവരായിരിക്കാം. ഇവരെ എല്ലാവരെയും നമ്മൾ എത്രയും പെട്ടെന്ന് പോസിബിൾ ആകുന്ന രീതിയിൽ അവരെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ, സച്ച് ആസ് ഫയർ ബ്രിഗേഡ്, ഫയർ ഫോഴ്സ്, അതുപോലെ പോലീസ്, സിവിൽ ഡിഫൻസ്, മാത്രമല്ല വാർഡൻ, ഇങ്ങനെ ഒരുപാട് മറ്റ് ഏജൻസീസ് ഒക്കെ ഉണ്ട്. അതായത് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ള വോളണ്ടറി സർവീസസ് ഒക്കെ കൊടുക്കാൻ എന്താ പറയാ ആഗ്രഹിക്കുന്ന ചില ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ എത്രയും പെട്ടെന്ന് അറിയിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനിൽ ഹോസ്പിറ്റൽസ് അറേഞ്ച്മെന്റുകൾ ചെയ്തിരിക്കണം. ഓക്കെ, അല്ലാതെ വേഗം പേഷ്യൻസിനെ മാത്രം പേഷ്യൻസിനെ നോക്കുന്നത്, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിയുക്തമാക്കിയിരിക്കണം. സോ ദേ ക്യാൻ കൺസൾട്ട് വിത്ത് അതേഴ്സ്. അവരുമായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരുമായിട്ടൊക്കെ ഒരു എന്താ പറയാ പറഞ്ഞറിയിച്ച് ഈ ഒരു നമ്മളുടെ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് കെയറിങ് കൊടുക്കുന്നതോടൊപ്പം ദേ ഹാവ് ടു ഇൻഫോം അതേഴ്സ് ഓൾസോ. ഇത്തരം ആളുകളെയൊക്കെ ഒന്ന് അറിയിക്കുന്നതും നല്ലതായിരിക്കും. ഹോസ്പിറ്റൽസിനും അതിന് ബെനിഫിറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം അല്ലെങ്കിൽ പിന്നീട് കുറെ കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ആൾക്ക് പോന്നപ്പോ അവിടുന്ന് നമ്മുടെ ഡിസാസ്റ്ററിന്റെ സ്ഥലത്ത് പോന്നപ്പോ ഇത്രയും കുഴപ്പമുണ്ടായി, ഇവിടെ എത്തിയപ്പോഴാ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ ആൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ഇഷ്യൂ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. സോ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലും എന്താ പറയാ നമുക്ക് എസ്കേപ്പ് ആവാനായിട്ട് ഇത്തരം അതോറിറ്റീസിനെ, അതുപോലെ തന്നെ പോലീസ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെ സിമിലർ ആയിട്ടുള്ള അതുപോലെയുള്ള ഏജൻസീസിനെയൊക്കെ ഇൻഫോം ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ആ സെന്റൻസ് മനസ്സിലായോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഏജൻസീസ് വരെ പ്ലാനിങ് ഷുഡ് ഇൻക്ലൂഡ് എന്ന് തുടങ്ങി ഏജൻസീസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സോ ദാറ്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇഫക്റ്റീവ് ആയിട്ട് അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഫെസിലിറ്റീസും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതും ഒരു കാര്യമുണ്ട്. കാരണം പോലീസിലും മറ്റു കാര്യങ്ങളെ ആളുകളെയൊക്കെ അറിയിക്കുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും ഈ ഒരു മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സജ്ജമാക്കാം, അറേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ് ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ട്രയേജിന് വേണമെങ്കിൽ സഹായിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പേഷ്യൻസിന് എന്താ പറയാ പല ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല, അവർക്ക് കൊടുക്കാനുള്ള ചില കാര്യങ്ങൾ കൊടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്.
നമ്മൾ പറഞ്ഞു വന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരുപാട് പട്ടാളക്കാര് അവരുടെ എന്താ പറയാ അവര് ബോട്ടുമായിട്ട് വന്ന് സഹായിച്ചു. അവര് തന്നെ ആ ബോട്ട് എന്താ പറയാ എടുത്ത് വന്ന് നമ്മളെ പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റാനായിട്ടും അവര് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പിന്നെ ആളുകൾക്ക് ഡ്രസ്സും ഭക്ഷണ പദാർത്ഥങ്ങളും മെഡിസിൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഒരുപാട് അവരുടെ വലിയ വണ്ടിയൊക്കെ ഇല്ലേ, ഈ പട്ടാളക്കാരൊക്കെ പോകുന്ന വലിയ വണ്ടിയില്ലേ, പോലീസുകാരൊക്കെ വലിയ വണ്ടി, നമ്മുടെ സാധാ ജീപ്പല്ലാതെ ഇതൊക്കെ നിറച്ച ആളുകളൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ട ഒരുപാട് ഹെൽപ്പ് പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകളൊക്കെ ഇത്തരം ഏജൻസീസിനൊക്കെ ബന്ധപ്പെടുന്നത് ഇറ്റ് വിൽ ബി എഫിഷ്യന്റ് യൂസ്, അത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഏജൻസീസ് വരെ. യെസ്. നെക്സ്റ്റ് വൺ, ഫോമിംഗ് എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. പോസിബിൾ ആണെങ്കിൽ എന്തായാലും ഡിസാസ്റ്റർ പ്ലാൻ നല്ല ഇഫക്റ്റീവ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, വളരെ മനോഹരമായ ഡിസാസ്റ്റർ പ്ലാൻ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് പ്ലാൻ ചെയ്താൽ മാത്രം പോരെ, ഹാവ് ടു ബി എക്സിക്യൂട്ടഡ് ബ്യൂട്ടിഫുള്ളി, അല്ലെ? മനോഹരമായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. നമുക്കിപ്പോ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാം, പക്ഷെ അത് എങ്ങനെ ഏത് രീതിയിൽ നല്ലതായി നമ്മളതിനെ നടപ്പിലാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പ്ലാനിങ് ഇപ്പൊ എല്ലാവർക്കും പറ്റും, നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് നന്നായി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി. സോ അതിന് വേണ്ടിയിട്ട് ഷുഡ് ബി ഹോസ്പിറ്റൽസിൽ ഷുഡ് ബി എ ഡിസാസ്റ്റർ കമ്മിറ്റി. ഡിസാസ്റ്റർ കമ്മിറ്റി ഇല്ലാത്ത കാര്യങ്ങളില്ലാലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നാൽ, സ്കൂളുകളില്, കോളേജുകളില്, മറ്റ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എന്തെങ്കിലും പ്രത്യേക കാര്യം ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റൽസിലും ഡിസാസ്റ്റർ പ്ലാനില് എന്താ പറയാ ഡിസാസ്റ്റർ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ, അതൊക്കെ നടപ്പിലാക്കാൻ ഷുഡ് ഹാവ് എ ഡിസാസ്റ്റർ കമ്മിറ്റി. ആ ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ആരൊക്കെ വേണമെന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ വേണം? ഡയറക്ടർ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഓർക്കുക നമ്മൾ ഉണ്ടാവുക അതിനകത്തുണ്ടോ? ഓക്കെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നവര്, ഹെഡ്സ് ഓഫ് ക്ലിനിക്കൽ യൂണിറ്റ്സ്, എല്ലാ ക്ലിനിക്കൽ യൂണിറ്റിന്റെയും ഹെഡുകൾ, അവിടുത്തെ ഹെഡ് ഉണ്ടെങ്കിൽ അവര് അതിനകത്ത് ക്ലിനിക്കൽ യൂണിറ്റ് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഓപ്പറേഷൻ തിയേറ്റർ, കാഷ്വാലിറ്റി, പിന്നെ മേട്രൺ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സീനിയർ നഴ്സ് ആണ്, ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ട്, രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനുള്ളവര്, ആ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളവര്, പിന്നെ സപ്ലൈ, പല സാധനങ്ങളും സപ്ലൈ ചെയ്യാൻ, മെഡിസിൻസ് ആകാം, എക്യുപ്മെന്റ്സ് ആകാം, പേഷ്യൻസിന് ചിലപ്പോഴൊക്കെ ഈ എന്താ പറയുക ഒട്ടും അവിടെ നിന്നൊക്കെ മൂവ് ചെയ്യാൻ പറ്റാത്തവർക്ക് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് പിന്നെ സെക്യൂരിറ്റി, ഇവർക്ക് സുരക്ഷിതത്വം മാത്രമല്ല, എന്താ പറയാ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവരുമ്പോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൊക്കെ ആകെ റഷ് ആയിരിക്കും. പേഷ്യൻസിനെ കാണാൻ വരുന്നവര്, കൊണ്ടുവരുന്നവര്, വണ്ടി വാഹനമൊക്കെ ആയിട്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രോപ്പർ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ ഇതെല്ലാം ആകെ ഇത് ഇടങ്ങേറാകും, അല്ലെ? അപ്പൊ പേഷ്യൻസിനെ കൊണ്ടുപോകാനോ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ല ഒരു സെക്യൂരിറ്റി, അവരും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന വിഭാഗവും, ഇതെല്ലാം നമ്മുടെ ഈ ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആരൊക്കെയാണ് ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ വേണ്ടത്? അത് ആണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്ടർ ഓർ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്തായാലും വേണം, ഹെഡ് ഓഫ് ക്ലിനിക്കൽ യൂണിറ്റ്സ് ഇൻക്ലൂഡിംഗ് ഓപ്പറേഷൻ തിയേറ്റർ, കാഷ്വാലിറ്റി, പിന്നെ മേട്രൺ ആൻഡ് ഓൾസോ അതർ ഓഫീസ് ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, സപ്ലൈ, സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽസിൽ വേണ്ട കമ്മിറ്റിയാണ് കേട്ടോ അത്, ഹോസ്പിറ്റലിന്റെ അകത്ത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സെന്റൻസ് ഫുള്ളായിട്ട് അണ്ടർലൈൻ ചെയ്യാവുന്ന ഒറ്റ സെന്റൻസ് ആണ്. ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ ആരൊക്കെയാണ് ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കീ ഫങ്ഷണറീസ്, ഡിസാസ്റ്റർ കമ്മിറ്റി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ. ഓക്കെ. അടുത്ത് പറഞ്ഞോട്ടെ, പ്രിപ്പയറിംഗ് എ ഡിസാസ്റ്റർ പ്ലാൻ പറയട്ടെ. യെസ്. ഇനി ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, തൊട്ട് മുന്നിൽ നമ്മൾ ഡിസാസ്റ്റർ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡിസാസ്റ്റർ കമ്മിറ്റി എന്തിനാ? കമ്മിറ്റി ഫോം ചെയ്തിട്ട് അവിടെ നോക്കിയിരിക്കാനല്ല, ഉള്ളതല്ല, അല്ലെ? ഇനി അവരുടെ ആ കമ്മിറ്റിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് they have to access the situation of the hospital. ഒരു ഹോസ്പിറ്റലിന്റെ സ്ഥിതിഗതികൾ അവർ മനസ്സിലാക്കണം.
ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതിന്റെ ആ ഹോസ്പിറ്റലിന്റെ എത്രത്തോളം ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഡിസാസ്റ്റർ കമ്മിറ്റി. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ കേപ്പബിലിറ്റീസ്, എന്തൊക്കെ കഴിവ് നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഓരോരോ ഡോക്ടേഴ്സിനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഫെസിലിറ്റീസ് നമുക്കുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന്റെ സ്ട്രെങ്ത്, എത്രത്തോളം ശക്തമാണ് ഈ ഹോസ്പിറ്റല് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് വന്നാലും വി ക്യാൻ ഗീവ് ദം മെഡിക്കൽ കെയർ, അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കാൻ പറ്റും, അത്രയും ശക്തമാണ്, അത്രയും എന്താ പറയാ എല്ലാ പോസിബിലിറ്റീസും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സും എല്ലാ അവൈലബിലിറ്റീസും റിസോഴ്സും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കണം. അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ. പിന്നെ എന്താ പറയാ അതിന്റെ വീക്ക്നെസ് പറയണം, എന്ത് പോരായ്മയുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന് അതും അറിഞ്ഞിരിക്കണം. ഈ കമ്മിറ്റിയുടെ പ്രത്യേകത, ഈ കമ്മിറ്റി ഇതെല്ലാം മനസ്സിലാക്കി വയ്ക്കണം. അവൈലബിൾ റിസോഴ്സസ് എന്തൊക്കെയാണ്, ആൻഡ് ഓൾസോ പ്രിപ്പയർ, എങ്ങനെയാണ് അവര് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട്. ഓക്കെ, when there is a sudden influx of casualties ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടോ, ശക്തമാണോ അത്, അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്, നമ്മുടെ പോരായ്മ, ഇതൊക്കെ ആര് മനസ്സിലാക്കണം, നമ്മുടെ ഡിസാസ്റ്റർ കമ്മിറ്റി മനസ്സിലാക്കണം. അതാണ് അവരുടെ ആദ്യത്തെ ടാസ്ക്. ക്ലിയർ ആയോ? ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒഴുക്കുന്ന കേട്ടോ, ഒഴുക്ക് ഓഫ് കാഷ്വാലിറ്റീസ്, അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ഒഴുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണോ, നമ്മുടെ പോരായ്മ എന്താ, നമ്മുടെ ശക്തി എന്താ, നമ്മുടെ കേപ്പബിലിറ്റീസ് എന്താ, ഓൾ ദീസ് ഹാവ് ടു ബി അണ്ടർസ്റ്റുഡ് ബൈ ദ ഡിസാസ്റ്റർ കമ്മിറ്റി. ഇതാണ് അവരുടെ പ്രൈമറി ടാസ്ക്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് സെന്റൻസേ ഉള്ളൂ. ഇനി കുറച്ച് എസെൻഷ്യൽസ് ആണ്. ഡിസാസ്റ്റർ പ്ലാനിൽ ഉള്ള ചില പ്രധാനപ്പെട്ട അത്യാവശ്യപ്പെട്ട ചില കാര്യങ്ങളാണ് ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടത് ആണ് ഇനിയുള്ളത്. ബുള്ളറ്റിന്റെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞാലോ? അതുകൂടി പറയാനുള്ള സമയം ഉണ്ടായിരിക്കും ചിലപ്പോ, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തും. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സോഴ്സ് ആൻഡ് മെത്തേഡ് ഓഫ് സപ്ലൈ ഓഫ് ഡ്രഗ്സ്, ഡ്രസ്സിംഗ് ആൻഡ് അതർ സ്റ്റോർസ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഒരു ഡിസാസ്റ്ററിൽ ഒരുപാട് പേഷ്യൻസിനെ, കാഷ്വാലിറ്റീസിനെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ അപ്പൊ നമ്മൾക്ക് ഇവരൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഡിസാസ്റ്റർ പ്ലാനിൽ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട ചില കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെയാണ് എവിടെന്നാ ഏത് മെത്തേഡ് ഓഫ് രീതിയിലാണ് നമുക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്തിട്ട്. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മരുന്ന്, അവരുടെ ഡ്രസ്സിങ്ങിന് വേണ്ട കാര്യങ്ങൾ, അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സ്റ്റോർസ്, അതായത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഫാർമസിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും മറ്റ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, വലിയ മുറിവൊക്കെയാണെങ്കിൽ അതൊക്കെ വെച്ച് കിട്ടണമെങ്കിൽ പഞ്ഞിയും മറ്റു സാധനമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതൊക്കെ വേണം. അല്ലെങ്കിൽ ചിലപ്പോ അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടും, ഇത് ഏത് രീതിയിൽ കിട്ടും, അതിന് ഉള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുക. അതാണ് ഫസ്റ്റ് വൺ. ഡിസാസ്റ്റർ പ്ലാനിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. മരുന്ന് അവർക്ക് ആദ്യം കൊടുക്കണ്ടേ അല്ലെ? മരുന്നും മറ്റ് അത്യാവശ്യം അവരുടെ എന്താ പറയാ ജീവൻ നിലനിർത്താൻ പറ്റിയ സാധനങ്ങളാണ് ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും, അത് സോഴ്സ് ഉള്ളതാണ്, അത് ഏത് രീതിയിൽ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, ഓൾ ദീസ് തിങ്സ്. അതാണ് ഫസ്റ്റ് വൺ, ഡിസാസ്റ്റർ പ്ലാനിലെ ഫസ്റ്റ് എസെൻഷ്യൽ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? Okay ആണല്ലോ? Yes. Next one, method of identifying patients who are immediately dischargeable. ഇനി അറിയേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന വല്ല പേഷ്യൻസ് ഉണ്ടോ, അവരാദ്യം തന്നെ ഉണ്ടെങ്കിൽ പോയി നമ്മൾ നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം. കാരണം എന്താ, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 80% അല്ലെങ്കിൽ 50% അവരുടെ അസുഖത്തിന്റെ ഇതൊക്കെ ഗൗരവമൊക്കെ മാറി അങ്ങനെയുള്ളവരെ കിടക്കുന്നത്. ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന ആൾക്കാരെ നമുക്ക് എന്താ പറയാ കിടക്കണ്ടേ, ചിലപ്പോ പെട്ടെന്ന് അവിടുന്ന് മരുന്ന് മാത്രം കൊടുത്ത കാര്യമാണ്, ചിലപ്പോ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും, അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ വാർഡോ ഓപ്പറേഷൻ തിയേറ്ററുകളോ എവിടെയൊക്കെയാണോ ആൾക്കാരെ കൊണ്ടുപോകട്ടെ, അപ്പൊ അവിടെയൊക്കെ നമുക്ക് സ്പേസ് കിട്ടണം. നമ്മൾ അവരെയൊക്കെ എന്ത് ചെയ്യണം, അവരെ മാറ്റണം അവിടെ നിന്ന്. അപ്പൊ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നവര്, പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ അത് നോക്കുക പെട്ടെന്ന്, അത് അങ്ങനെ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ്. രണ്ടാമത്തെ എന്താ പറയാ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഡിസാസ്റ്റർ പ്ലാനിലെ മെത്തേഡ് ഓഫ് ഐഡന്റിഫൈ പേഷ്യൻസ് who are immediately dischargeable. Okay. Next one, conversion of all usable space to provide triage, observation and treatment areas. Hospital നകത്തുള്ള ഈ ആവശ്യം എന്താ പറയാ
യൂസബിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ സ്പേസുകളും ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ട്രൈ ചെയ്ത് സോർട്ട് ചെയ്യാനും അവരെ ഡോക്ടർമാർക്ക് ഒബ്സർവ് ചെയ്യാനും ഒബ്സർവേഷനിലൊക്കെ കിടന്നിട്ട് വരും കുറച്ചു നേരമൊക്കെ അങ്ങനെ ചെയ്യാനും പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്പേസസും ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ എല്ലാവരെയും കൊണ്ടിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന മുറി കൊണ്ടൊന്നും പരിശോധിക്കാൻ പറ്റില്ല. എല്ലാവരെയും കൂടി കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ കിടത്തിയിട്ട് പരിശോധിക്കാൻ പറ്റില്ല. കാഷ്വാലിറ്റി ഒക്കെ ഒരു ചെറിയ ഇതാണ്, റൂമാണ്. അപ്പൊ അതിനകത്തൊക്കെ ഇത്രയൊക്കെ പേഷ്യൻസിനെ അറ്റ് എ ടൈം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരുടെയും ലൈഫ് നമുക്ക് ഏറ്റവും വാല്യുബിൾ തന്നെയാണ്. അപ്പൊ അവരെയൊക്കെ നമുക്ക് എവിടെ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം, അതിനുള്ള സ്പേസുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താം. മുറിയൊക്കെ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്റേണൽ സ്പേസിൽ തന്നെ എവിടെയെങ്കിലൊക്കെ വല്ല വരാന്തിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള സ്ഥലമൊക്കെ കൃത്യമായിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. Conversion of all usable space to provide triage, observation and treatment areas. Clear? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലെ എന്തൊക്കെ സ്ഥലങ്ങളെ നമുക്ക് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനോ അവർക്ക് ട്രയേജ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇവിടെ സ്ഥലമില്ല, ഇവിടെ പേഷ്യൻസിനെ കുറെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഇവിടെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറയാൻ പാടില്ല. ഡിസാസ്റ്റർ പ്ലാനില് ഈ കാര്യങ്ങൾ അവര് മനസ്സിലാക്കിയിരിക്കണം ഹോസ്പിറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, introduction or use of special disaster medical record or medical tag that accompanies the patient at all times. അതായത് താൽക്കാലികമായിട്ട് തന്നെ സ്പെഷ്യൽ ഡിസാസ്റ്റർ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കാം. സ്പെഷ്യൽ ആയിട്ട് എന്ന് വെച്ചാൽ ഇത് അവരുടെ ഡെയിലി റുട്ടീനിൽ വരുന്ന പേഷ്യൻസ്, അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ഒക്കെ അവരുടെ കയ്യിൽ അവരുടെ റെക്കോർഡൊക്കെ ഓൾറെഡി ഉണ്ട്, മെഡിക്കൽ റെക്കോർഡ്സ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷേ ഇത്തരം പേഷ്യൻസ് ചിലപ്പോൾ ഈ ഒരു ഡിസാസ്റ്ററിലായിരിക്കും ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. മാത്രമല്ല ഇതിന്റെയൊക്കെ റെക്കോർഡ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നോക്കിയെടുക്കാൻ നേരം പറ്റില്ല. സോ ആ ഒരു ഇമ്മീഡിയറ്റ് സമയത്ത് ഒരു സ്പെഷ്യൽ റെക്കോർഡ് ഓരോ പേഷ്യൻസിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കുക, മെഡിക്കൽ ടാഗ് കൊടുക്കേണ്ടവർക്ക് ടാഗ് ടു ഐഡന്റിഫൈ ദ പേഷ്യന്റ്. എപ്പോ വേണമെങ്കിലും ആ പേഷ്യന്റിനെ ആ റെക്കോർഡ്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാനും അത് വെച്ചിട്ട് ആളാരാണെന്ന് നോക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. സോ അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റുകളും എന്തായാലും ഡിസാസ്റ്റർ പ്ലാനില് ഉണ്ടാക്കിയിരിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ? 1, 2, 3 പോയിന്റ് ആണ്, അല്ല 4 പോയിന്റാണ് ഞാൻ പറഞ്ഞത്. 4 പോയിന്റ് ക്ലിയർ ആണോ? നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി, ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. പക്ഷെങ്കിലും നന്നായി മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്, 4th പോയിന്റ് വരെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ പറയുന്നില്ല, ബിക്കോസ് എന്താ പറയാ, എന്തായാലും തരില്ല, അപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, 4ാമത്തെ പോയിന്റ് വരെയാ പറഞ്ഞത്. അടുത്ത പോയിന്റ് തുടങ്ങി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെ അടയാളപ്പെടുത്തിയത് അണ്ടർലൈൻ ചെയ്തൊക്കെ പഠിക്കുകയും ചെയ്യാം, വായിച്ചു നോക്കുകയും ചെയ്യാം. സിമ്പിൾ ആയ കാര്യങ്ങളാണ് ഡിസാസ്റ്ററിനകത്തുള്ളത്. ഒക്കെ കുറച്ച് നമുക്ക് എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവിയും ഒക്കെ ഉള്ളത് ഒരു ടോപ്പിക് ആയതുകൊണ്ട് എളുപ്പം മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. സോ സീ യു, അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു.